ജൂലൈ 14 മോർണിംഗ് തൊട്ട് 240 മില്യൺ യൂസേഴ്സ് ഷോക്ക് ആയിട്ടിരിക്കുകയായിരുന്നു. ഹാംസ്റ്റർ കോമ്പാക്ടിന്റെ സെർവറിന് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്താണ് അതൊക്കെ ഒന്ന് സോൾവ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ റുപ്പിയായിട്ട് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ വീഡിയോ ഫുൾ ആയിട്ട് ഒരു പോർഷൻ പോലും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. സെക്കൻഡ്ലി ഒരു ബുക്കും പേനയും എടുത്ത് പറ്റുമെങ്കിൽ നിങ്ങൾ ആ പോർഷൻ പോയിന്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇത് ജസ്റ്റ് ഹാംസ്റ്റർ കോമ്പാക്ട് മാത്രമല്ല നമുക്ക് ഇങ്ങനെ ഈ ഒരു പ്രൊസീജിയറിൽ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഏത് കോയിൻ ആയിക്കോട്ടെ, ടാപ്സാപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിക്സൽ വേഴ്സിന്റെ ആയിക്കോട്ടെ, അങ്ങനെ ഡോജ് കോയിൻ ആയിക്കോട്ടെ, ഏത് കോയിൻ വേണമെന്നോ അല്ലെങ്കിൽ ഏത് ക്രിപ്റ്റോ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് ഇന്ത്യൻ റുപ്പി ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. സോ അതിന്റെ ബേസിക് പ്രൊസീജിയേഴ്സ് ആണ് പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ ഇതെല്ലാവരും വളരെ ക്ലിയർ ആയിട്ട് കണ്ട് മനസ്സിലാക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. സോ നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ കൂക്കോയിൻ്റെ എക്സ്ചേഞ്ചിൻ്റെ ഡാഷ്ബോർഡാണ്. ഞാനിവിടെ എൻ്റെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യുകയെന്ന് പറയുമ്പം നമ്മുടെ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഇതിലേതിലൊന്ന് വെച്ച് ഈ കൊടുത്തിരിക്കുന്ന പേരും അല്ലെങ്കിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ഇന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യുന്നതാണ്. അത് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് മസ്റ്റായിട്ട് ചെയ്യുക. അത് വെരിഫൈ ആകാൻ ചിലപ്പം 1 ഡേ എടുക്കും, ചിലപ്പോൾ 2 ഡേ എടുക്കും, ചിലപ്പം വിത്തിൻ ആൻ അവർ എന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വെരിഫൈ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. അത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കടമ്പ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ കോയിൻസും കാര്യങ്ങളും ഇരിക്കുന്നത് നമ്മുടെ വാളറ്റിലാണ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ വാളറ്റിൽ നിന്ന് നമുക്ക് ഈ ഒരു എക്സ്ചേഞ്ചിലേക്ക്, അതിപ്പോൾ ഇതായിക്കോട്ടെ അല്ലെങ്കിൽ ബൈബിറ്റ് ആയിക്കോട്ടെ, ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു എക്സ്ചേഞ്ചിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഡെപ്പോസിറ്റാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലേ. സോ നമ്മുടെ ഡാഷ്ബോർഡിൽ തന്നെ ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്തു. ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഇരിക്കും സെലക്ട് കോയിൻ, ഏത് കോയിനാണ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് കോയിനാണ്, ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ കോയിൻ വരുമ്പോഴത്തേക്കും നമുക്ക് HMSTR എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി, അന്നൊരു കോയിൻ വരും. അപ്പോൾ തൽക്കാലം നമുക്ക് ടോൺ കോയിൻ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ടോണായി ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്നോട് ചോദിക്കും ടോൺ ഏത് നെറ്റ്വർക്കിലുള്ളതാണ്. ടോൺ കോയിൻ എന്ന് പറഞ്ഞാൽ ടോൺ തന്നെയാണ് അതിൻ്റെ നെറ്റ്വർക്ക് വരുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കും, ഇവിടെ പറയും നമുക്ക് മെമ്മോയും അഡ്രസ്സും രണ്ടും ആവശ്യം ഉണ്ട് എങ്കിൽ മാത്രമാണ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ കൊടുത്തു, നോട്ടീസ് വന്നു. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഇതാണ് നമ്മുടെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഈ ഒരു ടോൺ കോയിൻ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോപ്പി ചെയ്ത് ഡയറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്യാം. അതെങ്ങനെ പേസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ ടോൺ കീപ്പർ വാളറ്റ് അല്ലെങ്കിൽ മൈ ടോൺ വാളറ്റ് അല്ലെങ്കിൽ ടെലിഗ്രാം വാളറ്റ് ഓപ്പൺ ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇവിടെ എൻ്റെ ടോൺ കീപ്പർ വാളറ്റാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ ടോൺ കീപ്പർ വാളറ്റിൽ നിന്ന് സെൻഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, സെൻഡ് ക്ലിക്ക് ചെയ്തു. ഞാൻ എൻ്റെ അഡ്രസ്സ് ഓർ നെയിം എന്നുള്ളിടത്ത് എൻ്റെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്തു. കമൻറ്റ് എന്നുള്ളിടത്ത് വേണം ഈ പറയുന്ന മെമ്മോ പേസ്റ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുന്ന ശേഷം എന്നോട് ചോദിക്കും എത്രമാത്രം ടോൺ കോയിൻസ് ആണ് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇവിടുന്ന് വിഡ്രോ ചെയ്യേണ്ടത്, സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം ചോദിക്കും. നമ്മളിവിടെ മാക്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പാസ്കോഡും കാര്യങ്ങളൊക്കെ ചോദിച്ച ശേഷം വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് നമ്മുടെ ഈ ഒരു തന്നിരിക്കുന്ന എക്സ്ചേഞ്ചിലേക്ക് നമുക്ക് ടോൺ കോയിൻസ് ഡെപ്പോസിറ്റ് ആകുന്നുണ്ടായിരിക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. നമ്മുടെ ടോൺ കോയിൻസ് അല്ലെങ്കിൽ ഹാംസ്റ്റർ കോയിൻസ് ഒരു എക്സ്ചേഞ്ചിലേക്ക് ട്രാൻസ്ഫർ ആയി. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ടോൺ കോയിൻസ് അല്ലെങ്കിൽ ഹാംസ്റ്റർ കോയിൻസ് നമുക്ക് US ഡോളർ ടോക്കണായിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഫണ്ടിങ് അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ടായിരിക്കും. മൊബൈൽ ഫോണിലും സെയിം തന്നെയാണ്. കൂക്കോയിലുള്ള ഏത് എക്സ്ചേഞ്ച് എടുക്കുകയാണെങ്കിൽ ഫണ്ടിങ് ഉണ്ടായിരിക്കും, ഒരു ട്രേഡിംഗ് അക്കൗണ്ടും ഉണ്ടായിരിക്കും. ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഞാനിവിടെ ഫണ്ടിങ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് കൺവേർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഫണ്ടിങ് അക്കൗണ്ടിൽ നിന്ന് മാത്രമേ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, ട്രേഡിംഗ് അക്കൗണ്ട് പറ്റത്തില്ല. അതിന് നമുക്ക് ആദ്യം എൻ്റെ ഫണ്ടിങ് അക്കൗണ്ട് നോക്കുന്ന ടൈമിൽ ഓൾറെഡി ഞാൻ USDT ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ റിസീവ് ആയിരിക്കുന്ന നമ്മുടെ ടോൺ കോയിൻസ് US ഡോളർ ടോക്കണിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അത് ചെയ്യാനായിട്ട് നിങ്ങൾ ട്രേഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ട്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിക്കും കൺവേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. നിങ്ങൾ കൺവേർട്ടേ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൺവേർട്ടേ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് ലിമിറ്റ്.
അപ്പോൾ അതിൽ നമുക്ക് മാർക്കറ്റിന് നടക്കുന്നത്, അതിൽ നമുക്ക് ആദ്യം മേളിൽ ചോദിക്കുന്നത് ഏത് കോയിനാണ് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്, അടിയിൽ കിടക്കുന്നത് ഏത് കോയിനിലേക്കാണ് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ മേളിൽ ടോൺ സെലക്ട് ചെയ്യുക, താഴെ USDT സെലക്ട് ചെയ്യുക, US$ ടോക്കൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം എത്രമാത്രം കോയിനാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ഞാൻ മാക്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ള കോയിൻസ് മൊത്തം വരുന്നുണ്ടായിരിക്കും. അതിനുശേഷം എമൗണ്ട് മൊത്തം എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചോദിക്കും, കൺവേർട്ട് ടു USDT എന്ന് പറഞ്ഞ് കാണിക്കും. നമ്മളപ്പോൾ കൺവേർട്ട് ടു USDT കൊടുക്കുന്ന സമയത്ത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പാൻ കാർഡ് വെരിഫൈ ചെയ്തിട്ടില്ല. കാരണം ടാക്സിൻ്റെ ഇഷ്യൂസ് വരുന്നതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പാൻ കാർഡ് വെരിഫൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ആദ്യത്തെ തവണയാണ് പറഞ്ഞത്, പിന്നീട് യാതൊരു രീതിയിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പാൻ കാർഡിൻ്റെ ഫ്രണ്ടും ബാക്കും ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യേണ്ട. ഇതൊക്കെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഉള്ളൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. രണ്ടാമതൊരു തവണ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരത്തില്ല. സോ പാൻ കാർഡിൻ്റെ ഫ്രണ്ടും ബാക്കും ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൺവേർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ നമുക്ക് കൺവേർട്ടഡ് ആയി കിട്ടും, കോയിൻസ് നമുക്ക് കൺവേർട്ട് ആയി കിട്ടും. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് മെൻഷൻ ചെയ്തു, നമുക്ക് ഫണ്ടിങ് അക്കൗണ്ടിൽ കടന്നാൽ മാത്രമാണ് നമുക്ക് ഈ സാധനം സെല്ല് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം. ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന കോയിൻസ് എല്ലാം പോയി കിടക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കായിരിക്കും പോയി കിടക്കുക. അപ്പോൾ നമുക്കിവിടെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല, സെല്ല് ചെയ്യാൻ പറ്റത്തില്ല. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നേരെ പോയിട്ട് ഈ ലെഫ്റ്റിൽ കാണുന്ന പോലെ ഡാഷ്ബോർഡിൽ തന്നെ നമുക്ക് ഫണ്ടിങ്ങും ട്രേഡിങ്ങും ഉണ്ടായിരിക്കും. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ട്രേഡിങ്ങിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ നമുക്ക് USDTയിൽ കൺവേർട്ട് ചെയ്ത കോയിൻസ് USDTയിൽ വന്ന് കിടപ്പുണ്ട്. നമുക്കതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾ കണ്ടോ, ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ. നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഫണ്ടിങ് അക്കൗണ്ടിൽ നിന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ഫണ്ടിങ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് കോയിൻസ്. അപ്പോൾ ഞാൻ ട്രാൻസ്ഫറെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ചോദിച്ചു എവിടുന്ന് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫണ്ടിങ് അക്കൗണ്ടിൽ നിന്ന് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ്. അത് ഞാൻ സ്വിച്ച് ചെയ്തിട്ടു, ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ഫണ്ടിങ് അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു. എത്രമാത്രം കോയിനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ മാക്സിമം കോയിൻസ് നമ്മൾ കൊടുത്തിട്ട് കൺഫേം അടിക്കുന്ന സെക്കൻഡിൽ തന്നെ എന്ത് തോന്നുന്നു, നമ്മുടെ ഫണ്ടിങ് അക്കൗണ്ടിലേക്ക് ഈ പറയുന്ന കോയിൻസ് ട്രാൻസ്ഫറായി. അതോടെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. USDT ആക്കി കിട്ടി, എല്ലാം കഴിഞ്ഞു. നമുക്കിനി സെല്ല് ചെയ്താൽ മതി. നമുക്ക് USDT ആയി കിട്ടി കഴിഞ്ഞു, ഇനി നമുക്ക് സെല്ല് ചെയ്യണം. നമ്മുടെ നെക്സ്റ്റ് കമ്മിങ് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കൺവേർട്ട് ചെയ്ത കോയിൻ നമ്മൾ സെല്ല് ചെയ്യാനാണ്. P2P വഴി നമ്മൾ പിയർ ടു പിയർ വഴി നമ്മൾ സെല്ല് ചെയ്യാനാണ് ചെയ്യുന്നത്. സോ അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്യാനുണ്ട്, അങ്ങനെയുള്ള വെരിഫിക്കേഷൻ, 2 ഫാക്ടർ ഒതന്റിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് ബേസിക് ആയിട്ട് കുറച്ചധികം സ്റ്റെപ്സ് വരുന്നുണ്ട്. അതും പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്ന സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക, നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, താങ്ക് യു സോ മച്ച്.